നമ്മൾ ഏവരും ഏതൊരു ഇൻഫർമേഷനും ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് സെർച്ച് ചെയ്യുന്നവരാണ്. ഇങ്ങനെ ബ്രൗസ് ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ വിൻഡോകൾ ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ ഒരു വിൻഡോയിൽ തന്നെ മൾട്ടിപ്പിൾ ടാബുകൾ നമ്മൾ ഓപ്പൺ ചെയ്യാറുണ്ട്. നിങ്ങൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് ഒരു വിഷയം സംബന്ധിച്ചുള്ള വ്യത്യസ്ത വെബ് പേജുകൾ ഓപ്പൺ ചെയ്യേണ്ടി വരാറുണ്ട്. നമ്മൾ ഇങ്ങനെ വിവിധ ഇൻഫർമേഷൻസ് വിവിധ ടാബുകളിൽ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ അബദ്ധവശാൽ ഒരു വിൻഡോ ക്ലോസ് ചെയ്ത് എന്ന് കരുതുക, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടാബുകൾ ക്ലോസ് ചെയ്തു പോയി എന്ന് കരുതുക. അപ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ചിലപ്പോൾ നമ്മൾ ആ വെബ് പേജുകളുടെ ലിങ്കുകൾ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇത്തരം വെബ്സൈറ്റുകളുടെ ലിങ്കുകൾ അല്ലെങ്കിൽ വെബ് പേജുകൾ നമുക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, അതിനുള്ള ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ അബദ്ധവശാൽ ഏതെങ്കിലും ടാബുകളോ വെബ് പേജുകളോ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. ഗൂഗിൾ ക്രോമിൽ ഒരു പുതിയ ടിപ്സ് ഉണ്ട്. ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിസി വൈബ് ചാനലിൽ നിന്ന് ഞാൻ ശ്രീകുമാർ. ഞാൻ ടെക് വിഷയത്തിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി കണ്ടന്റ്സ് കളക്ട് ചെയ്യുന്നതിനിടയിൽ ചില കാരണങ്ങളാൽ വേറെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ വെബ് പേജുകൾ ഓപ്പൺ ചെയ്യാൻ ഇടയായി. ഇവ ടെക്, കുക്കിംഗ്, ട്രാവൽ, കൺസ്ട്രക്ഷൻ, കോമ്പറ്റീറ്റീവ് എക്സാം എന്നീ വിഷയങ്ങളിൽ അറിവും ആ വിഷയങ്ങളിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി ഒട്ടേറെ അറിവ് നൽകുന്ന യൂട്യൂബ് ചാനൽ കൂടിയാണ്. അവയെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. ടെക് കണ്ടന്റിന് വേണ്ടി ഓൺലൈൻ ന്യൂസ് പേപ്പറുകളിലെ ടെക് സെക്ഷൻ നോക്കുകയാണ് പതിവ്. ആ കൂട്ടത്തിൽ എന്റെ ചാനൽ കാറ്റഗറിയിലെ പല ഭാഷകളിലെ ചാനൽ കൂടി നോക്കാറുണ്ട്. അത്തരം ഒരു ചാനലാണ് ഗപ്പി ആൻഡ് ടെക്കി. ഞാൻ ചാനൽ നോക്കുന്നതിനിടയിൽ യൂട്യൂബ് അപ്ഡേറ്റ്സുകളെ പറ്റിയ കുറച്ച് വീഡിയോസ് സെപ്പറേറ്റ് ടാബായി ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ ഇങ്ങനെ സെപ്പറേറ്റ് പേജുകളാക്കി ഓപ്പൺ ചെയ്തിടാറുണ്ട്. മികച്ച രീതിയിൽ യൂട്യൂബ് സംബന്ധമായ വിഷയങ്ങളിൽ നല്ല അറിവ് പകരുന്ന ഭരത് എന്ന വിദ്യാർത്ഥിയാണ് ഗപ്പി ആൻഡ് ടെക്കി എന്ന ചാനലിന്റെ പിന്നിൽ. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ചാനലാണ് സുനീർ മീഡിയ. വീട് പണിയുമ്പോൾ നമ്മുടെ അറിവിന്റെ അജ്ഞത മൂലം ഒട്ടേറെ അബദ്ധങ്ങൾ ഏവർക്കും പറ്റാറുണ്ട്. ഇതൊന്നും സംഭവിക്കാതെ വീട് പണിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ഇൻഫർമേഷൻ മുതൽ ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഇത്തരം ഇൻഫർമേഷൻ നോക്കുന്നതിനിടയിലാണ് വേനൽക്കാലമല്ലേ ഒരു കൂൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്ന കാര്യം ഞാൻ ആലോചിച്ചത്. വളരെ സിമ്പിളായി ഒട്ടേറെ ഹോം മെയ്ഡ് ഫുഡ്സ് തയ്യാറാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഫുഡ് ബ്ലോഗ് ചാനലാണ് രാജീസ് ഫുഡ് പാരഡൈസ്. മറ്റ് യൂട്യൂബേഴ്സ് ആയിട്ട് കൊളാബ് വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിലെ ഇന്റർവ്യൂ വീഡിയോസ് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് ബ്രൗസർ ടാബിൽ നോക്കുമ്പോൾ അവിടെ ഒരു ഡിജിറ്റ്സ് കാണാൻ കഴിയുന്നുണ്ട്. അത് എന്താണെന്ന് അറിയാൻ ഞാൻ അതിനെപ്പറ്റി ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ലിങ്ക്സ് ഞാൻ ഐകാർഡ്സിൽ കൊടുക്കുന്നുണ്ട്. വേനൽക്കാലം നമ്മൾ ടൂർ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്നതുമായ ഒട്ടേറെ സ്ഥലങ്ങളിലെ യാത്രക്കിടയിലെ വളരെ രസകരമായ അനുഭവങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ട്രാവൽ വ്ലോഗ് ചാനലായ നിഫിൻ വ്ലോഗ്സിലൂടെ. ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ഇപ്പോൾ പരീക്ഷാകാലമാണ്. അതിനെ ഒട്ടേറെ പേർ യൂട്യൂബ് ചാനലുകളെ ആശ്രയിക്കാറുണ്ട്. അത്തരം ഒരു ചാനലാണ് ത്രൈവ് അക്കാഡമി. ഈ ചാനൽ നിങ്ങളെ കോമ്പറ്റീവ് എക്സാമിന് തയ്യാറെടുക്കാൻ ഒട്ടേറെ സഹായിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നതിനിടയിൽ ആണ് വീഡിയോ തമ്പനയിൽ ഉണ്ടാക്കുന്ന കാര്യം എന്റെ ഓർമ്മയിൽ വന്നത്. തമ്പനയിൽ ഡിസൈന് സഹായിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് ക്രെല്ലോ. എല്ലാ റെഡിമെയ്ഡ് ടെംപ്ലേറ്റ്സും നിങ്ങൾക്ക് അതിൽ ലഭ്യമാണ്. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ബട്ടണിന് വേണ്ടി ഒരു ഗ്രീൻ സ്ക്രീൻ ഫയൽ ഞാൻ നോക്കി. എന്റെ വീഡിയോ ടൈറ്റിലുമായി ബന്ധപ്പെട്ട കുറച്ച് ഉദാഹരണമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ വീഡിയോ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്നതിനിടയിൽ ബൈ മിസ്റ്റേക്ക് ഒരു ബ്രൗസർ ടാബ് അല്ലെങ്കിൽ ബ്രൗസർ വിൻഡോ തന്നെ ക്ലോസ് ചെയ്യപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമുക്ക് ഒരു ടാബ് ക്ലോസ് ചെയ്ത് റീ ഓപ്പൺ ആക്കാനുള്ള മാർഗം നോക്കാം. ഞാൻ രാജീസ് ഫുഡ് പാരഡൈസ് എന്ന ചാനലിലെ ഒരു വീഡിയോ ടാബ് ക്ലോസ് ചെയ്യുകയാണ്. അതിപ്പോൾ ക്ലോസ് ആയിട്ടുണ്ട്. ഇനി ആ വീഡിയോ വീണ്ടും ഓപ്പൺ ചെയ്യുന്നതിനായി ബ്രൗസർ വിൻഡോയിലെ പ്രൊഫൈൽ ഫോട്ടോയ്ക്ക് അടുത്തുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്യുക. Ctrl+H എന്നുള്ളത് ഹിസ്റ്ററി വിൻഡോ ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ്. ഹിസ്റ്ററി വിൻഡോയിൽ നിങ്ങൾക്ക് വിവിധ ഡിവൈസുകളിൽ ഒരേ ജിമെയിൽ ID ഉപയോഗിച്ച് ഓപ്പൺ ആക്കിയ വിൻഡോകൾ കാണാൻ കഴിയും. അതിൽ നിന്ന് നിങ്ങൾ ക്ലോസ് ചെയ്ത വിൻഡോ ഓപ്പൺ ആക്കുക. ഞാൻ രാജീസ് ഫുഡ് പാരഡൈസ് എന്ന ചാനലിലെ ഒരു വീഡിയോ ക്ലോസ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഓപ്പൺ ആക്കുകയാണ്. നിങ്ങൾക്കിവിടെ ആ വീഡിയോ ഓപ്പൺ ആയി കാണാൻ കഴിയും. ലാസ്റ്റ് ആയി ക്ലോസ് ചെയ്ത വിൻഡോ അല്ലെങ്കിൽ ടാബ് ഓപ്പൺ ആക്കുന്നതിനായി Ctrl+Shift+T എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. നമുക്ക് മൾട്ടിപ്പിൾ ടാബ് അടങ്ങിയ വിൻഡോകൾ ക്ലോസ് ചെയ്ത് റീ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനിടയിൽ
ചില സാങ്കേതിക പ്രശ്നങ്ങൾ സംഭവിച്ചതിനാൽ ഞാൻ നേരത്തെ ഏകദേശം 15-ൽ പരം വിൻഡോകൾ ഓപ്പൺ ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ 7 വെബ് പേജസ് അടങ്ങിയ ഒരു വിൻഡോയും 2 വെബ് പേജസ് അടങ്ങിയ മറ്റൊരു വിൻഡോയും ക്ലോസ് ചെയ്ത് വച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ആകുമോ എന്ന് നോക്കാം. ഒരേ സമയം ഒരു ഡിവൈസിൽ നിന്ന് 8 വെബ് പേജ് ലിങ്ക്സ് ആണ് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുക. 8 എന്ന എണ്ണം വീഡിയോ ടാബ് ആകാം, അല്ലെങ്കിൽ ബ്രൗസർ വിൻഡോകൾ ആകാം. ആദ്യം ഞാൻ 7 വീഡിയോ ടാബ്സ് അടങ്ങിയ വിൻഡോയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ആയതായി കാണാൻ കഴിയും. ഇതുപോലെ തന്നെ 2 വീഡിയോ ടാബ്സ് അടങ്ങിയ വിൻഡോ ഇതുപോലെ തന്നെ ഓപ്പൺ ആക്കാൻ കഴിയും. ടാബുകളുടെ ഗ്രൂപ്പ് അടങ്ങിയ വിൻഡോകളെ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് 2 സെപ്പറേറ്റ് വെബ് ബ്രൗസർ വിൻഡോയിൽ ആകും ഓപ്പൺ ആകുക എന്നത് ശ്രദ്ധിക്കുക. ഗൂഗിൾ ക്രോമിൽ ക്ലോസ് ചെയ്യപ്പെട്ട ടാബുകൾ അല്ലെങ്കിൽ വിൻഡോകൾ എങ്ങനെ നമുക്ക് റീ ഓപ്പൺ ചെയ്യാം എന്ന് നിങ്ങൾ കണ്ടു. ഈ ടിപ്സ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു ടെക്നോളജി ടിപ്സുമായി കാണുന്നവരെ ഇറ്റ്സ് മീ ശ്രീകുമാർ സൈനിങ് ഓഫ്.